പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ, മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വെച്ചൂർ മുത്തിയുടെ വളരെ പ്രശസ്തമായ മാതാവിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. വെച്ചൂർ മുത്തിയുടെ പള്ളി എന്ന് പറയുന്നത് സെൻറ് മേരീസ് ചർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ തണ്ണീർമുക്കം ബണ്ടിൻ്റെ കിഴക്ക് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നമ്മളിപ്പോൾ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരാളെ കണ്ടുമുട്ടാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ സൗദി അറേബ്യയിലെ 33 വർഷത്തെ ജീവിതത്തിനിടയിൽ ആയിരങ്ങളെ യേശുവിലേക്ക് എങ്ങനെ ആകർഷിച്ചു എന്നുള്ളത് കാണുവാനും കേൾക്കുവാനും നമുക്ക് കർത്താവ് കൃപ തരട്ടെ. ഇന്ന് നമ്മളോടൊത്തുള്ളത് 33 വർഷക്കാലം സൗദി അറേബ്യയിലെ ജോലിയും ആ ജോലിയുടെ ഇടയിലെ അവിടുത്തെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആരംഭകരിലെ ഒരാളുമായ കുര്യാക്കോസ് കുന്നത്തുകുളത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബ്രദർ പറഞ്ഞതുപോലെ എൻ്റെ പേര് കുര്യാക്കോസ് ജോൺ കുന്നത്തുകുളം, അംബിക മാർക്കറ്റ്, ഗുഡവച്ചൂർ മുത്തി തീർത്ഥാടന കേന്ദ്രത്തിലെ ഇടഭാഗമാണ്. ഇവിടെ ഇന്ന് ഞാൻ സൗദിയിൽ ജോലിക്കായിട്ട് പോയിട്ട് 1981 ഞാൻ പോകുന്നത്. 81 പോകുന്നു. ജൂലൈ മാസം 22-ാം തീയതി അവിടെ എത്തിച്ചേരുന്നു. ഏതാണ്ടൊരു 3 വർഷക്കാലം 4 വർഷക്കാലം ഞാനായിരുന്ന കമ്പനിയിൽ ജോലി ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് വിവാഹം കഴിച്ചു. വൈഫിനെ സൗദിയിൽ കൊണ്ടുപോയി. വൈഫ് വളരെ ദൂരത്തിലായിരുന്നു. കുടുംബത്തിൽ നിന്ന് കിട്ടിയ പ്രാർത്ഥനയും മാതാപിതാക്കൾ പഠിപ്പിച്ച പ്രാർത്ഥനാ രീതികളുമൊക്കെ ആരാധന സ്വാതന്ത്ര്യമില്ലാത്ത ആ രാജ്യത്തായിരുന്നപ്പോഴും അഭംഗുരം ഞാൻ തുടർന്നു പോന്നിരുന്നു. അപ്പം വൈഫിൻ്റെ ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം അവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊന്നുമില്ല, ആരാധന സ്വാതന്ത്ര്യമില്ല. ഞാൻ കൊണ്ടുപോയ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊച്ചു പുസ്തകങ്ങൾ എല്ലാം അവർ നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ആകെ എനിക്ക് കിട്ടിയതൊരു കൊന്തയാണ്. അതെവിടെയോ പാൻറ്റിൻ്റെ പോക്കറ്റ് കിടന്നതുകൊണ്ട് കിട്ടി. അങ്ങനെ അവിടെ ഈ കൊന്ത ഞാൻ ചൊല്ലി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചു. 2 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നു, വിവാഹം കഴിച്ചു. വൈഫിനെ റിയാദ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ച് ട്രാൻസ്ഫർ കിട്ടി ദമാമിൽ വന്നു. ദമാമിൽ വന്ന് വിവാഹം കഴിച്ചതിന് ശേഷം അവിടെ വന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അവധിക്ക് വന്നു. അവധിക്ക് വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ജോലിയിൽ ചില മാറ്റങ്ങൾ വന്നു. അങ്ങനെ മാറ്റങ്ങൾ വന്ന് എന്നോട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഞാൻ ജോലി ചെയ്തോട്ടെ എന്ന് എൻ്റെ അറബിയോട് ചോദിച്ചപ്പോൾ അതിവിടെ അനുവദനീയമല്ല. എൻ്റെ സ്പോൺസർ ഒരു ഡോക്ടറായിരുന്നു, അമേരിക്കൻ അറേബ്യൻ ഓയിൽ കമ്പനിയിലെ ഒരു ഡോക്ടറായിരുന്നു, ഡോക്ടർ അലിമക്കി അൽ അബ്ബാസ്. നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ നിയമം അനുവദനീയമല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്തു, പിന്നെ നിനക്ക് ഇവിടെ ജോലി തുടരാൻ തോന്നും. അങ്ങനെ ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ്, ഒരു കാറ്ററിംഗ് കമ്പനികളിലൊക്കെ ഫുഡ് സപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് 1989 നവംബർ മാസം 19-ാം തീയതി ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അതിലൂടെ രാജാവ് പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഭയങ്കര പോലീസ് ചെക്കിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ഈ ഫുഡ് ഉണ്ടായിരുന്ന കാരണം പോലീസുകാരെ തടഞ്ഞില്ല. പക്ഷേ രാവിലെ പോയപ്പോഴത്തേക്ക് ഒരു സ്ട്രീറ്റിൽ റോഡിന് നടുക്ക് ഒരു ബാഗ് കിടക്കുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയുക, ബാഗിൻ്റെ അടുത്തേക്ക് ചെന്ന് ഡോറ് തുറന്ന് ബാഗ് എടുത്ത് അകത്തിട്ടു. ഈ ബാഗുമായിട്ട് ഞാനൊരു ഈന്തപ്പനയുടെ ചുവട്ടിൽ വന്നിരുന്നുകൊണ്ട് ഇത് അഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് 18,000 റിയാലും $6,000 ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാനത് വണ്ടിക്കകത്ത് തന്നെ വെച്ച് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം എനിക്ക് തന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നേരെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഭാര്യയോടൊന്നും പറഞ്ഞില്ല. അവിടെ വന്ന് കയറിയപ്പോൾ തന്നെ പുള്ളിക്കാരത്തി വാതിൽ തുറന്നു. അങ്ങനെ എൻ്റെ ടെൻഷൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാര്യം പറഞ്ഞു, ഇന്നപോലെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. കാണിച്ചു നോക്കിയപ്പോൾ അതിനകത്തൊരു പാസ്പോർട്ടും അന്ന് ഉച്ചയ്ക്ക് 12:30 സൗദി എയർലൈൻസിൽ ബോംബെക്ക് പോരാനുള്ള ഒരു അറബിയുടെ ഒരു ടിക്കറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫയൽ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ബോംബെ ജസ്ലോഗ് ഹോസ്പിറ്റലിലേക്ക് പോരുന്ന ഒരു അറബിയുടെ ആയിരുന്നു. അദ്ദേഹത്തിന് അവിടെയുള്ളവരെല്ലാം കൂടെ പിരിച്ചു കൊടുത്ത ക്യാഷായിരുന്നു.
അപ്പോൾ എന്നോട് പറഞ്ഞു ഇതിവിടെ വേണ്ട, നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം, ദൈവം തരാനാണെങ്കിൽ ഈ അഡ്രസ്സ് ഇതിനകത്ത് വെക്കേണ്ട കാര്യമില്ല, അത് തന്നെയല്ല പിടിക്കപ്പെട്ടാൽ കൈവെട്ടും, അങ്ങനെയുള്ള വഴി കിടന്നാൽ പോലും ഒന്നും എടുക്കാൻ പാടില്ലാത്തൊരു നിയമമാണ്. ഞാൻ നേരെ അറബിയുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പം അന്നറബി ഉച്ച കഴിഞ്ഞ് ബംഗ്ലാദേശിൽ പോകാനിരിക്കുമായിരുന്നു. ഇത് കൊണ്ടേ കൊടുത്തപ്പം അദ്ദേഹം പാസ്പോർട്ട് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിരുന്നു അത്. അവർ ഷിയാക്കളായിരുന്നു, ഇറാനികളായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പം അവിടെയുള്ളവരെല്ലാം ഭയങ്കര കരച്ചിലും ബഹളമാണ്. കാരണം വിസ അടിച്ച പാസ്പോർട്ട് നഷ്ടപ്പെട്ട ഒരാൾ രാജ്യം വിട്ടു പോകാതെ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ആ പാസ്പോർട്ട് കിട്ടുന്നത് വരെ അവൻ ജയിലിൽ കിടക്കണം. പിന്നെ ഗവൺമെൻറ് ആനുകൂല്യമൊന്നും കിട്ടത്തില്ല. ഇവൻ ചാരനാണോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. എനിഹോ ഞങ്ങൾ പാസ്പോർട്ടെല്ലാം കൊണ്ടേ കൊടുത്തു. പുള്ളി എനിക്കൊരു 500 റിയാൽ തന്നു. 500 റിയാൽ തന്ന് ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡെല്ലാം മാറി. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെ ഇങ്ങനെ പകയ്ക്കുകയും ചെയ്തു. കാരണം ഇവള് കാരണമായതുകൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അത് കൈയിരുന്നേനെ. പക്ഷേ അവിടെ കൊണ്ടേ അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. അവരുടെ അവസ്ഥയെല്ലാം കണ്ട്. കാരണം തേക്കാത്ത ഷീറ്റൊക്കെ ഇട്ട ഒരു വീടായിരുന്നു. അതുകൊണ്ട് കൊടുത്ത് 500 റിയാലൊന്നും ഞാൻ മേടിച്ചില്ല. പക്ഷേ എൻ്റെ അറിവ് പറഞ്ഞു നീ അത് വാങ്ങിച്ചു, അത് അദ്ദേഹം തരുന്നതാണ്. അങ്ങനെ വാങ്ങിച്ച് അത് കൊണ്ടുപോന്നു. പിന്നെ പിറ്റേ ദിവസം പത്രത്തിൽ അലിയോം ടുഡേ എന്ന ഒരു അറബി പേപ്പറിൽ എൻ്റെ ഫോട്ടോയും വാർത്തയൊക്കെ വന്നായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് അറബി പറഞ്ഞു നീ എന്തെങ്കിലും തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പോയി വളരെ എംറ്റി ആയിട്ട് കിടക്കുന്ന ഒരു ചെറിയ ഷോപ്പ് എടുത്തു. ആ ഷോപ്പിന് 18,000 റിയാൽ കൊടുത്തു. ഒരാളോട് ചോദിച്ചു 18,000 റിയാൽ. പിന്നെ വൈഫിൻ്റെ ശമ്പളം ഉണ്ടായിരുന്നു. 18,000 റിയാൽ കൊടുത്ത് ഷോപ്പ് മേടിച്ചു. ഷോപ്പ് നന്നായിട്ടൊക്കെ പ്രവർത്തിച്ചു. പെട്ടെന്ന് കച്ചവടം അങ്ങ് വർദ്ധിച്ചു, വലുതായി. ഇതിനിടയിൽ ഞാൻ കൗണ്ടറിലിരിക്കുന്ന സമയത്ത് വൈകുന്നേരം 7:30 മണിക്ക് ഒരു ദിവസം ഒരാൾ വന്നിട്ട് കടയ്ക്കകത്ത് നിന്ന് ഒരു മെഴുകുതിരി കൂടെടുത്ത് അദ്ദേഹത്തിൻ്റെ ബനിയത്തിനകത്തേക്ക് ഇട്ടു. അപ്പം ഞാനിത് കണ്ടു. പക്ഷേ കക്കുവാണെന്നുള്ളൊരു തോന്നൽ. പക്ഷേ പുള്ളി കണ്ടാൽ കള്ളനാണെന്ന് തോന്നത്തുമില്ല. പുള്ളിക്കാരൻ ആ മെഴുകുതിരിയായിട്ട് വന്നു കഴിഞ്ഞും കൗണ്ടറിന് അവിടെ വന്നേച്ചും പറഞ്ഞ് ഒരു മെഴുകുതിരി ഞാൻ എടുത്തിട്ടുണ്ട്, എൻ്റെ ക്യാഷും തന്നു. അപ്പം ഞാൻ ഉടനെ തന്നെ പുള്ളി അങ്ങോട്ട് പോയപ്പോൾ പുള്ളിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, കടയിൽ വന്ന് കാണുമായിരിക്കും. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പുറകിലേക്ക് പോയി അദ്ദേഹത്തോട് ചോദിച്ചു എന്താ സൗദി അറേബ്യയിൽ കറണ്ട് കട്ടിങ് വല്ലതുകൊണ്ടോ ഇവിടെ മെഴുകുതിരി എടുക്കുന്ന കാര്യം. പുള്ളിയുടെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. ബേസിക് കെമിക്കൽ ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്യുന്ന ഒരു കെമിസ്റ്റായിരുന്നു പുള്ളി. ചങ്ങനാശ്ശേരിക്കാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് 22 കിലോമീറ്റർ ദൂരത്തിൽ എല്ലാ ബുധനാഴ്ചയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു നൊവേന ഉണ്ടെന്ന് പറഞ്ഞു. ഇത് സൗദി അറേബ്യയിലെ മാതാവിൻ്റെ ഒരു നൊവേന ഉണ്ടെന്ന് പറയുമ്പോൾ ഞാനതങ്ങോട്ട് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാനും പറ്റിയില്ല. അതങ്ങോട്ട് ഭയങ്കര എനിക്കൊത്തിരി ഫീൽ ചെയ്തു. അത് പരിശുദ്ധാത്മാഭിഷേകമാണോ എന്തോ എനിക്കറിയത്തില്ല. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോകത്തില്ല, ആളെ നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അറിഞ്ഞിട്ട് മാത്രമേ കൊണ്ടുവരുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് എന്നെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആളാണ്. അങ്ങനെ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോവുകയാണ്. അതിനു മുമ്പായിട്ടുള്ള ചരിത്രം എന്ന് പറയുന്നത് 1982 മുതൽ കുറേ സഹോദരങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഫിലിപ്പ് മുരുങ്ങൂർ, പിന്നെ ആൻ്റണി കൈലാത്ത്, പിന്നെ ഒരു ജോണച്ചായൻ, പിന്നെ ഒരു സൈമൺ, പിന്നെ ഒരു തോമസ് സൗദിയ എന്നൊക്കെയാണ് ഞങ്ങൾ പറയണം. 82 മുതൽ ആരംഭിക്കുന്ന പല സ്ഥലങ്ങളിലൊക്കെ പേടിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അവസാനം 1986 ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഫോം ചെയ്തു. അതിൻ്റെ പേരാണ് KCCFK, കേരള കാത്തലിക് കരിസ്മാറ്റിക് ഫെലോഷിപ്പ് കിങ്ഡം ഓഫ് സൗദി അറേബ്യ. അതിനെ വിലപ്പിച്ചാനായിരുന്നു. പിന്നെ ഒരു തോമസ് കല്ലൂരുണ്ടായിരുന്നു, പത്തനംതിട്ടയിൽ മുൻ ബിഷപ്പായിരുന്ന യോഹന്നാൻ യൂസഫിൻ്റെ അദ്ദേഹത്തിൻ്റെ അനിയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് കല്ലൂരെന്നാണ്. അങ്ങനെ ഈ ടോമിച്ചൻ മേപ്പുറം, പിന്നെ അവരെല്ലാവരും കൂടി ഫോം ചെയ്തു. എന്നൊക്കെ 5-8 ആളുകളെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പല സ്ഥലങ്ങളിലിരുന്ന് കൂടിയാണ് മാതാവിൻ്റെ നൊവേന ആരംഭിച്ച ആൾ കൂടി. ഞാനും 89 അങ്ങനെ അതിനകത്തേക്ക് ചേർന്നു. പിന്നെ അങ്ങോട്ട് ഫിലിപ്പച്ചായ നാട്ടിലായിരുന്നു. അവധി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവിടെ ദമാമിലെ 22 കിലോമീറ്റർ ദൂരത്തിലുള്ള വരുന്ന കുര്യാക്കോസിൻ്റെ ഏരിയയിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് വെക്കണം. അങ്ങനെ അവിടെ ആരംഭിച്ചു. ഒരു ഓർത്തഡോക്സുകാരൻ്റെ വീട്ടിലായിരുന്നു പ്രാർത്ഥന. പിന്നെ അതൊരു യാക്കോബക്കാരൻ്റെ വീട്ടിലായി. കാരണം കത്തോലിക്കരായിട്ടുള്ള ആളുകളെല്ലാം വളരെ ഭയപ്പെട്ടിരിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ വചനം ആഴമായിട്ട് കേട്ടത് ഈ അൽമായ സഹോദരങ്ങളുടെ അധരങ്ങളിലൂടെയാണ്. ശരിക്കും ഇവരെല്ലാം ഡിവൈനിലും പോട്ടയിലും ഒക്കെ വന്ന് ധ്യാനം കൂടി. കിട്ടുന്ന അവധി ദിവസം 45 ദിവസത്തിൽ 4-5 ദിവസം വന്ന് ധ്യാനം കൂടി അവർക്ക് കിട്ടിയ ആ ഉൾക്കാഴ്ചയും ആ പ്രാർത്ഥന ഫോം ചെയ്യാനായിട്ടുള്ള നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെയും മരക്കലച്ഛൻ്റെയൊക്കെ ആ ഒരു ഉപദേശമൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് അവർ അത് ഡെവലപ്പ് ചെയ്തത്.
അങ്ങനെ അതിനകത്തിരുന്ന് പ്രീച്ചിങ് മിനിസ്റ്റർ തുടങ്ങി. ഫിലിപ്പച്ചായൻ, തോമസ് കല്ലൂർ ഇവരൊക്കെയാണ് ഈ പ്രീച്ചിങ് മിനിസ്റ്റർ നടത്തുന്നത്. അതിനകത്തിരുന്നത് എങ്ങനെ പ്രാർത്ഥന നയിക്കണം, ഒരു കത്തോലിക്ക വിശ്വാസം എങ്ങനെ ആയിരിക്കണം, ആരെയും കുറ്റം പറയാൻ പറ്റില്ല, നമ്മൾ വചനം വായിക്കണം, തോന്നിയത് പറയരുത്, ഉള്ളത് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഉപവാസം എടുത്ത് വന്ന് ശുശ്രൂഷ നടത്തണം. 6 മാസം പ്രീച്ചിങ് മിനിസ്റ്ററിൽ ഇരുന്നാലേ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ശുശ്രൂഷകളെല്ലാം ചെയ്ത് ഞാനും അതിനകത്ത് കൂടി. ഞങ്ങളുടെ ഏരിയയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കത്തോലിക്കർ ആരംഭം കുറിച്ചു. വീടുകളിലൊക്കെ പ്രാർത്ഥന വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കൂട്ടായ്മ വളരാൻ തുടങ്ങി. ടോമിച്ചൻ മേപ്പർ എന്ന് പറഞ്ഞ ഒരാൾ ഏതാണ്ട് ഒരു 83-84 ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ തിരിച്ചു പോന്നു. പിന്നെ അത് ഫോം ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹമൊക്കെ ഒത്തിരി പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥനയിൽ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഞാൻ പിന്നെ 6 മാസം പ്രീച്ചിങ് മിനിസ്റ്ററിയിലിരുന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യാനായിട്ട് എനിക്ക് അവസരം തന്നു. പിന്നെ 6 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് വചനം പങ്കുവയ്ക്കാനായിട്ട് തുടങ്ങി. ഇതൊന്നും ഇവിടെ വന്ന് പഠിച്ചതോ അല്ല. നമുക്ക് ആകെയുള്ള എക്സ്പീരിയൻസ് കുടുംബ പ്രാർത്ഥന, പിന്നെ ഭക്തസംഘടനകളിൽ നിന്ന് കിട്ടിയ ആ ഒരു അറിവ്. ബൈബിൾ വായനയൊന്നും ഒന്നില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ബൈബിൾ നിരന്തരം വായിക്കാൻ തുടങ്ങി, റെഫറൻസ് എടുക്കാൻ തുടങ്ങി, വചനങ്ങൾ ഓരോന്ന് ബുക്കിൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരു ശുശ്രൂഷകനായിട്ട് 1990 മുതൽ യുദ്ധം തുടങ്ങുന്ന ആ കാലഘട്ടങ്ങളിലായി. യുദ്ധത്തിൻ്റെ ഇടയിൽ വചന ശുശ്രൂഷ ചെയ്യാൻ, കാരണം എല്ലാവരും പലയിടത്തേക്ക് ചുറ്റി പോയപ്പോഴത്തേക്ക് ആരും ഇല്ലാണ്ടായി. ഇല്ലേ, മുക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെ ശുശ്രൂഷ ചെയ്യാനായിട്ട് അവസരം കിട്ടി. അത് തമ്പുരാൻ ഒരു വിളിയായിരുന്നു, ഒരു തെരഞ്ഞെടുപ്പായിരുന്നു, ഒരു നിയോഗമായിരുന്നു. അങ്ങനെ വളർന്നു. അങ്ങനെ ശുശ്രൂഷകളെല്ലാം തുടങ്ങി. ബുധനാഴ്ച നൊവേനയുണ്ട്, വ്യാഴാഴ്ച കരിസ്മാറ്റിക് പ്രയറുണ്ട്, വെള്ളിയാഴ്ച പൊതുവായിട്ടുള്ള പ്രയറുണ്ട്, ഞായറാഴ്ച ജപമാലയുണ്ട്. ഇങ്ങനെ ഈ 4ലും മുടങ്ങാണ്ട് സമ്മതിക്കും. അപ്പോൾ എൻ്റെ കട ഇതിനനുസരിച്ച് പിള്ളേർ അത് വളർത്തുകയും ഞാൻ അറബിയോട് പറഞ്ഞതനുസരിച്ച്, കാരണം ഞാൻ ആ ഒരു നല്ല കാരുണ്യപ്രവൃത്തി ചെയ്തപ്പോഴത്തേക്ക് അറബിക്ക് എന്നോടുള്ള വിശ്വാസം കൊണ്ട് 3 വിസ തന്നു. 3 സഹോദരങ്ങളെ കൊണ്ടുപോയി. പിന്നെ കുറേ വിസ തന്നു. ഇവിടെ നിന്ന് ഏതാണ്ട് ഈ പ്രദേശത്തു നിന്ന് ഒരു 150 പേരോളം സൗദി കൊണ്ടുപോയി. അവിടെ നിന്നൊന്നും ആരോടും 10 പൈസ എക്സ്ട്രാ വാങ്ങിച്ചിട്ടില്ല. ടിക്കറ്റ് ചാർജും സർവീസ് ചാർജും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. വിസയുടെ കാശ് പോലും ചിലരുടെ അടുത്ത് നിന്ന് വിസയുടെ കാശ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെയായി കടയുടെ കാര്യം അവർ നോക്കും. ആരോ നമ്മളെ ഓടിക്കുന്നത് പോലെ, ആ ഭയങ്കരമായ ഒരു ശക്തി നമ്മളെ നയിക്കുന്നത് പോലെ. രാവിലെ എഴുന്നേറ്റാൽ കടയിൽ പോകും, കുറേ സാധനം മേടിക്കും, പിന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ അതൊരു ലാൻഡ് മാർക്കായി. നമ്മുടെ കട ചെറുതിൽ നിന്നും വലുതിലേക്ക് മാറി, വലിയൊരു കടയായി. അങ്ങനെ ശുശ്രൂഷകളിലൊക്കെ ഇതായി. ഫിലിപ്പച്ചായൻ 1995 ഡിസംബർ മാസം 10-ാം തീയതി ഒരു ബൈബിൾ ക്ലാസ്സും കഴിഞ്ഞ് തിരിച്ചു വന്ന വഴിക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോഴത്തേക്ക് തോമസ് കല്ലൂർ എന്ന് പറഞ്ഞ ഒരാൾ റിയാദിലേക്ക് പോയി, ട്രാൻസ്ഫറായി. അദ്ദേഹം അവിടെ റിയാദിൽ കൂട്ടായ്മയ്ക്ക് വേണ്ട ആരംഭങ്ങൾ കുറിച്ചു. അവിടെ നിന്ന് വളർന്ന് യഥാർത്ഥത്തിൽ KCCFK പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സൗദി അറേബ്യയിലുള്ള കത്തോലിക്കരുടെ ഒരു അമ്മ കൂട്ടായ്മയാണ്. അതിൽ നിന്നും ഞാൻ കേട്ടതുപോലെ വചനങ്ങൾ കേട്ട് ഇൻസ്പിറേഷൻ കിട്ടി. അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ വലിയൊരു ഗ്യാതറിങ് പാടില്ലല്ലോ എന്നോർത്ത് എല്ലാവരും പിന്നെ അവിടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിട്ട് അത് ഓരോ വിശുദ്ധന്മാരുടെയും വിശുദ്ധമതികളുടെയൊക്കെ പേരിട്ടുണ്ട്. ഒത്തിരിയുണ്ട്. നമ്മുടെ ജോൺ വാഴക്കൂട്ടം, ഒരു ഡേവീസ്, അങ്ങനെ ഒത്തിരി പേരുടെ കൂട്ടായ്മ. പിന്നെ ഒരു പിന്നെ UJ ജോസഫ്, പിന്നെ ആൻ്റണി കൈലാത്ത്, അങ്ങനെ ഒത്തിരി പേരുടെ ഗ്രൂപ്പുകളായി. ഇപ്പോൾ ഏതാണ്ട് 168 പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ KCCFK നിന്ന് പോയവരാണെങ്കിലും അവരെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. എന്നാൽ അതിനുശേഷം പ്രാർത്ഥനാ ഗ്രൂപ്പ് വളർന്നു, ആളുകൾ കൂടാൻ തുടങ്ങി, ഭയം ഇല്ലാണ്ടായി. ഭയം, നിയമത്തിന് മാറ്റമൊന്നുമില്ല, ഉൾഭയം ഇല്ലാണ്ടായി. അതൊരു പരിശുദ്ധാത്മാവിൻ്റെ തെരഞ്ഞെടുപ്പും വിളിയായിരുന്നു. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ പറയാനായിട്ടുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ച ലീഡേഴ്സിനേക്കാൾ ഉപരിയായി, ശുശ്രൂഷ ചെയ്യുന്നവരെക്കാൾ ഉപരിയായി കിടപ്പറ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കി തന്ന അനേക കുടുംബങ്ങളുണ്ട്. ഒറ്റമുറി 1 ബെഡ്റൂം, വിസിറ്റിംഗ് റൂം, കിച്ചൺ, ഇങ്ങനെയുള്ള സ്ഥലത്ത് അവരുടെ ബെഡ്റൂമിലെ സാധനങ്ങളെല്ലാം രാത്രിയിൽ അഴിച്ച് ബാൽക്കണിയിൽ വെച്ചിട്ട് പായൊക്കെ വിരിച്ച് AC എല്ലാം ഹോള് അടച്ച് അതിനകത്തിരുന്ന് 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്നത് തരുന്ന ആ വീട്ടുകാരാണ്. പിടിച്ചാൽ ജോലി പോകും, ചിലപ്പോൾ 6 മാസം ജയിലിടും. ഏറ്റവും കൂടുതൽ കാരണം ആരുടെയും പേര് ഞാൻ പറയത്തില്ല, കാരണം ഇത്രയും കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. അവരെല്ലാം 100% പേരും ഒരുപാട് ഭൗതികമായും ആത്മീയമായും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അറബിയായിട്ടുള്ള കൂടുതൽ ബന്ധത്തിൽ 1999 റിയാദിൽ ബഹുമാനപ്പെട്ട സുരേഷ് അച്ഛൻ അവിടെ വരുന്നത്, കപ്പുച്ചൻ സഭയിൽ. അദ്ദേഹം അവിടെ വന്ന് ശുശ്രൂഷ ചെയ്ത് ശരിക്കും ഇളകി മറിച്ചു. അദ്ദേഹം ബഹറിൽ അതിന് മുമ്പ് വന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാസറ്റുകളൊക്കെ കേട്ടപ്പം ഞങ്ങളെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചു. ഇനി ഒരു കുർബാന നമുക്ക് വേണമെന്നും പറയും. അങ്ങനെ അച്ഛനെ കൊണ്ടുവന്നു. അച്ഛനെ റിയാദിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. അച്ഛൻ്റെ ശുശ്രൂഷ കുടുംബജീവിതത്തെക്കുറിച്ചും സഭയുടെ പ്രബോധനങ്ങളെക്കുറിച്ചുമൊക്കെ
നല്ല ക്ലാസ്സുകളായിരുന്നു എല്ലാവർക്കും. ഒരു വീട്ടിൽ നമ്മൾ ശരാശരി ഒരു 70-75 പേർക്ക് ഇരിക്കാവുന്ന സ്ഥലത്ത് ഞങ്ങളൊരു 100-125 പേര് ഇരിക്കും. അങ്ങനെയായിരുന്നു. ശരിക്കും ഒരാളുടെ മടിയിൽ തന്നെ വേണമെന്ന് പറയാം. അപ്പം അങ്ങനെ ഞങ്ങൾ ചെയ്തു. അപ്പം അറബി പുരോഹിതന്മാർ, മുസ്ലാം പുരോഹിതന്മാർ പഠിക്കാതെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചിലർ ജ്യൂസ് കൊണ്ടുവരും, കേക്ക് കൊണ്ടുവരും. ആരെങ്കിലും ചോദിച്ചാൽ ബർത്ത്ഡേ പാർട്ടിയാന്ന് പറയും. പ്രാർത്ഥനകളുടെ പാട്ടെല്ലാം നമ്മൾ വളരെ കൺട്രോൾഡായിരുന്നു. അങ്ങനെ അച്ഛൻ വന്നു കഴിഞ്ഞ ശേഷമാണ് പിന്നെ അതിരമ്പുഴ കാരീസ് ഭവനിൽ നിന്നും കുര്യൻ കാരിക്കൽ അച്ഛൻ വരുന്നത്. 2000 വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് അവിടെ ഒരു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു 1979 കാരീസ് ഭവനിലെ ജെയിംസ് മഞ്ഞാക്കൽ അച്ഛൻ. അങ്ങനെ അച്ഛൻ്റെ ആരോ റിലേറ്റീവ്സ് കൊണ്ടുവന്ന് ആദ്യമായിട്ട് അവിടെ കുർബാന അർപ്പിക്കുന്നത്, പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട് അർപ്പിക്കുന്നത്, ജെയിംസ് മഞ്ഞാക്കൽ അച്ഛനാണ്. അങ്ങനെ അതിൻ്റെ ഇതായിരിക്കാം ഒരു പക്ഷേ കാര്യച്ഛൻ വന്ന് ശരിക്കും അവിടെ ഇളകി മറിച്ചു. അങ്ങനെ ഞങ്ങൾ അറബികൾ വർഷത്തിൽ ഒരു പ്രാവശ്യം കൂടുന്ന ടൗണിൽ നിന്നും 80-90 കിലോമീറ്റർ ദൂരെയുള്ള ചില തുരുത്തുകളുണ്ട്. അത് അറബികളുടെ ഗോത്രവർഗ്ഗങ്ങളെല്ലാം കൂടി വർഷത്തിൽ ഒരു പ്രാവശ്യം കൂടുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഒരാഴ്ച കൂടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കിടക്കും. അവിടെ മലയാളികളാണ് അതിൻ്റെ ക്ലീനിങ് ഒക്കെ. അവർ 10-700 കുടുംബങ്ങൾ കൂടുന്നത് കൊണ്ട് അത്രയ്ക്കും ടോയ്ലറ്റും സ്വിമ്മിംഗ് പൂളും ഒരു കൊച്ചി പൂന്തോട്ടമാണ്. അപ്പം അത് ഞങ്ങൾ അവിടെയുള്ള ആളെ പരിചയപ്പെട്ട് ചോദിച്ചു ഇങ്ങനെ കിട്ടിയ ഫാമിലി ഗെറ്റ് ടുഗദറാണ് ചിലപ്പോൾ കിട്ടും എന്ന് പറഞ്ഞ് അറബിയോട് പറഞ്ഞ് ഫാമിലി ഗെറ്റ് ടുഗദറാണ്, ആവശ്യമുള്ള വാടക തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാളോട് സമ്മതിച്ച് കുറേ ഫാമിലിയുടെ ഫോട്ടോ അഡ്രസ്സും ഒക്കെ കൊടുത്ത് ഞങ്ങളവിടെ കൂടാൻ തുടങ്ങി. അതൊരു വലിയ അനുഭവമായിരുന്നു. അതൊക്കെ ദൈവം വളർത്തുന്നതായിരുന്നു ശരിക്കും. അങ്ങനെ എല്ലാവരും കൂട്ടായ്മയിൽ സംബന്ധിക്കാത്തവരൊക്കെ അതിൽ വന്നു കുർബാനയിലൊക്കെ കൂടി. ശരിക്കും 100% ആളുകളും ആ കുർബാനയിലൊക്കെ സജീവമായി കുർബാനയുടെ വിലയും കുർബാനയിലൂടെ കിട്ടുന്ന അഭിഷേകവും ഒക്കെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇപ്പോൾ കാര്യച്ചൻ വന്ന സമയത്ത് 3800 ആളുകളുണ്ടായിരുന്നു. ഫുഡ് ഞങ്ങൾ തന്നെ അവിടെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ശുശ്രൂഷ രംഗത്ത് പിന്നെ ഞാൻ റിയാദിലേക്ക് പോകും, ജിദ്ദയിലേക്ക് പോകും. പിന്നെ വർക്ക് വിധേയത്ത് പിതാവിൻ്റെ അനുഭവത്തോടു കൂടി ഫിലിപ്പിച്ചാൻ ശരിക്കും മലങ്കര കത്തോലിക്ക സഭയിലാണ്. പക്ഷേ ഫിലിപ്പിച്ചാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അൽഫോൻസാമ്മയുടെ അമ്മച്ചിയുടെ അനിയത്തിയുടെ മകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇവിടെ ഗാന്ധിനഗർ, കോട്ടയത്ത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കെ താഴെയായിട്ടുള്ള വീട്ടിലാണ്. അങ്ങനെ ഫിലിപ്പിച്ചാൻ വർക്ക് വിധേയത്ത് പിതാവിൻ്റെ അനുഭവത്തോടു കൂടി വിശുദ്ധ കുർബാന തരാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പുള്ളിയുടെ മരിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം വർക്ക് വിധേയത്ത് പിതാവ് അതിനെ അനുവദിച്ചു. ഒരാൾക്ക് മാത്രം കൊടുക്കാം, പക്ഷേ കൊടുത്താൽ നിങ്ങൾ കൈകൊണ്ട് കൊടുക്കരുത്, അത് കൊണ്ടുവന്ന് വെച്ച് 1 മണിക്കൂർ ആരാധിച്ചിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചൊരുക്കിയിട്ട് ഓരോരുത്തരും വന്ന് അവിടെ ഇരിക്കുന്ന വെള്ളത്തിൽ കൈ കഴുകിയിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുക, പോവുക. അങ്ങനെയായിരുന്നു. അച്ഛന്മാരാരുമില്ല. അച്ഛന്മാർ വരാൻ തുടങ്ങിയത് 99 അങ്ങനെ ഫിലിപ്പിച്ചാൻ്റെ മരണത്തിന് ശേഷം ഈ അച്ഛന്മാർ വരുന്നതിന് മുമ്പ് അമേരിക്കൻ അറേബ്യൻ ഓയിൽ കമ്പനിയിൽ സോഷ്യൽ വർക്കറായിട്ട് വരുന്ന വൈദികരുണ്ട്. വൈദികരാന്ന് പറഞ്ഞവർക്ക് വരാൻ പറ്റിയാൽ അവിടെയുള്ള നേഴ്സുമാരുടെ സ്പോൺസർഷിപ്പിൽ അകത്ത് കയറി ഈ കുർബാനയിലൊക്കെ സംബന്ധിച്ച കാര്യം പറഞ്ഞ് ഞാൻ വിശുദ്ധ കുർബാന തരാം, പക്ഷെ നിങ്ങൾ വിശുദ്ധിയോടുകൂടി അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കൊടുത്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ദൈവാനുഗ്രഹിച്ച് ഒരു പ്രാവശ്യം വിശുദ്ധ കുർബാന ദമാമിൽ കൊണ്ടുവരാനും 1 പ്രാവശ്യം വിശുദ്ധ കുർബാനയും കൊണ്ട് റിയാദിൽ പോകാനും ദൈവം അനുവദിച്ചു. പക്ഷെ അത് ഇന്നും ഒരു ഭയമായിട്ടും ഒരു അയോഗ്യതയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. അയോഗ്യത എന്ന് പറയാനൊക്കെ എന്തോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ കുറവുകളുള്ളതായിട്ട് നമുക്ക് തോന്നും. അപ്പം അങ്ങനെ പിന്നീട് ഞാൻ പറഞ്ഞത് പനക്കലച്ചോട് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അയോഗ്യതയുള്ളവരുടെ കയ്യിലാണ് തമ്പുരാൻ ഇതൊക്കെ തരുന്നത്. ആ ഒരു യോഗ്യതയാണ് നിന്റെ അയോഗ്യത എന്നുള്ളൊരു തോന്നലാണ് ദൈവത്തിന് മുമ്പിൽ ഉള്ള യോഗ്യത എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭയമൊക്കെ മാറി. അങ്ങനെ പിന്നെ ശുശ്രൂഷകളെല്ലാം ചെയ്ത് എല്ലാ സ്ഥലത്തും പോയി. പിന്നെ ഫിലിപ്പിച്ചാൻ മരിച്ചതിന് ശേഷം തോമസ് കല്ലൂർ റിയാദിന് പോയതിന് ശേഷം ഞാനായിരുന്നു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡർ 2013 വരെ. ഞാൻ ദുബായിലൊക്കെ ആയിരിക്കുമ്പോഴേ സൗദി അറേബ്യയെ കീഴ്മേൽ മറിച്ചൊരു മനുഷ്യൻ എന്ന് പറഞ്ഞ് ജോസഫ് ആൻ്റണി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബൈബിളിൻ്റെ അഭിഷേകം എന്നെയും വളരെയധികം സ്പർശിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ അവിടെ. ഞാൻ അതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞത്. ഈ അൽമായ സഹോദരങ്ങളിൽ നിന്നാണ് ഞാൻ ആൻ്റണി കൈലാത്തിൻ്റെ ഒക്കെ ഞാൻ പേര് പറഞ്ഞായിരുന്നു. അദ്ദേഹമാണ് ശരിക്കും KCFK പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഈ ആൻ്റണി കൈലാത്ത്, ജോസഫ് ആൻ്റണി എന്ന് പറയുന്ന ആൾ. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഫിലിപ്പ് മുരുകൂരും നന്നായിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. തോമസ് കല്ലൂർ നന്നായിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. ഇവർ 3 പേരുമായിരുന്നു പ്രധാനമായിട്ടും. അതിലേറ്റവും ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയുന്നത് ജോസഫ് ആൻ്റണി ആയിരുന്നു. സൗദിയിൽ ജോലി ചെയ്തിട്ടുള്ള പലരെയും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ പലരും പറയുന്നത് അവരുടെ പ്രതിസന്ധികൾ ചിലതൊക്കെ നേരിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് മാനസികമായിട്ടും അല്ലാത്ത തരത്തിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അത് ഈ ബൈബിൾ ക്ലാസ് എടുക്കുന്ന ജോസഫ് ആൻ്റണിയും ഫിലിപ്പിച്ചാനും ഒക്കെ പറയുമായിരുന്നു, ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ നമ്മുടെ ശുശ്രൂഷയിലുണ്ടാകും. അതിനെ കണ്ടൊന്നും നമ്മൾ ഭയപ്പെടേണ്ട, നമ്മൾ പ്രാർത്ഥിച്ച് മുന്നേറുക, പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം ശുശ്രൂഷകൾക്ക് ഇറങ്ങാനായിട്ട്. സെബാസ്റ്റ്യൻ കട്ടപ്പുറം എന്ന് പറഞ്ഞ ഈ മനസ്സിൻ്റെ പ്രോഗ്രാമിൽ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ മനസ്സെന്ന പ്രോഗ്രാമിൽ തന്നെ ശുശ്രൂഷ ചെയ്ത ഷാജു ജോസഫ് ഞങ്ങൾ ഈസ്റ്ററിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീട് വളഞ്ഞു. സെബാസ്റ്റ്യൻ അത് പറഞ്ഞതാണ്, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുക, അന്ന് പോലീസ് വളഞ്ഞു, ആരോ ഒറ്റുകൊടുത്താണ്. പോലീസ് വളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പെണ്ണുങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഞങ്ങൾ ബൈബിൾ ഞാൻ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നു, ഈ ഷാജു ജോസഫ് വചനം പറയുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ തിരുവചനമായിരുന്നു. ആ പകുതി ആയപ്പോഴത്തേക്ക് തന്നെ പോലീസ് വളഞ്ഞു. ഉടനെ തന്നെ കയ്യിലിരുന്ന ബൈബിളെല്ലാം ഇട്ട് അതിൻ്റെ പുറത്ത് ഞങ്ങൾ ഇരുന്നിട്ട് ഭക്ഷണത്തിനിരിക്കുന്ന പോലെ ഇരുന്നിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന ബിരിയാണി കൊണ്ടുവരികയും ഈ സമയം അതിലൂടെ 10-15 ആംബുലൻസ് പോവുകയും ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വണ്ടി പോവുകയും ചെയ്തു. അവിടെയും കണ്ട് ഒരു സ്ഥലത്ത് തീപിടുത്തമുണ്ട്. പെട്ടെന്ന് ഈ പോലീസെല്ലാം അവിടെ നിന്ന് തിരിച്ചുപോയി. അതൊക്കെ ഒരു വലിയ ദൈവപരിപാലനയാണ്. പക്ഷേ മുസ്ലിം പുരോഹിതർ ഒന്നും ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ബർത്ത്ഡേ പാർട്ടിയാണ്, പെണ്ണുങ്ങളെ ഒരുമിച്ചല്ലല്ലോ ഇരിക്കണം, അല്ല. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു. അതൊക്കെ പിടിക്കപ്പെടാൻ സാധ്യതയുള്ളത്. അവിടെയൊക്കെ ദൈവം നമ്മളെ ശക്തീകരിക്കാൻ. അപ്പസ്തോല പ്രവർത്തികൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു ആദിമസഭയിൽ, യഥാർത്ഥത്തിൽ ഏതാണ്ട് അതിൻ്റെ 10-20% അനുഭവിച്ച് ജീവിക്കുന്നവരായിരുന്നു ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാ അംഗങ്ങളും ശുശ്രൂഷകർ. പിന്നെ അവസാനമായിട്ട് വന്നത് നമ്മുടെ സോണി അച്ഛനായിരുന്നു, ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്ന്. അദ്ദേഹം വന്ന് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഓഡിറ്റോറിയം മുഴുവൻ പടം, ഏതാണ്ട് 3000-4000 പേരുണ്ടായിരുന്നു. ആണെന്നപ്പോഴത്തേക്ക് അതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ഞാനും, ഞങ്ങൾ 25 പേര് ഈ ഓഡിറ്റോറിയത്തിന് ചുറ്റും, ഞാൻ ഉൾപ്പെടെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പോലീസ് വന്ന് പറഞ്ഞു. അപ്പം ഒരു ബേബിച്ചൻ മുത്തങ്ങ വയനാട്ടിലുള്ള അദ്ദേഹമായിരുന്നു അവിടെ വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് തോക്ക് വെച്ചിട്ട് പറഞ്ഞു തുറക്കടാന്ന് പറഞ്ഞു. ഈ സമയം കൊണ്ട് ബേബിച്ചൻ കൂടെ നിന്ന് ആളെ ഒരു പിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഞങ്ങളുടെ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയം 28 പിള്ളേർക്ക് അന്ന് ആദ്യ കുർബാന സ്വീകരണം കൊടുക്കുന്നതായിരുന്നു. അപ്പോഴത്തേക്ക് വളഞ്ഞു. അപ്പോൾ കോൺസെക്രേഷൻ കഴിഞ്ഞു, പരിശുദ്ധാത്മാഭിഷേകം വന്ന് തിരുശരീരവും തിരുരക്തമായ സമയത്താണ് പോലീസ് വന്നു. അപ്പോൾ എന്നോട് വന്നുവെച്ചും പറഞ്ഞ് ഇന്നതുപോലെ പോലീസ് വളഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, അച്ഛനെ മാറ്റിക്കോളാൻ പറഞ്ഞു. ഉടനെ തന്നെ അച്ഛനെ മാറ്റി, ലോഹയെല്ലാം ഊരി, കുർബാന വസ്ത്രം മാറ്റി, അച്ഛനെ പൊതുജനത്തിൻ്റെ ഇടയിലിരുത്തി. ആണുങ്ങളും പെണ്ണുങ്ങളും അപ്പുറം ഇരുന്നത്, പെണ്ണുങ്ങളെ നേരെ പുറകോട്ടാക്കി, ആണുങ്ങളെ മുന്നിലും ആക്കി. പോലീസ് കയറി വന്നു. വരുന്നതിന് മുമ്പായിട്ട് 28 പിള്ളേരോടും, കുർബാന സ്വീകരിച്ചിട്ടില്ല, 28 പിള്ളേരോടും സ്റ്റേജിൽ കയറിയിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ ഹാപ്പി ബർത്ത്ഡേ പാട്ടും പാടി. അവർ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതാണ് ഹാപ്പി ബർത്ത്ഡേ ആണ്, മറ്റൊന്നും കണ്ടില്ല. ഓൾട്ടറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം പെട്ടെന്ന് ഞങ്ങൾ നേരത്തെ കരുതി വെച്ചിരുന്ന. അവർ കൂടിയിട്ട് പറഞ്ഞ് ഇതിവിടെ അനുവാദം ഉണ്ടാകുന്ന വെച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് 200 പേർക്കുള്ള അനുവാദം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരവർ സമ്മതിച്ചില്ല. അപ്പോൾ എൻ്റെ ID കാർഡും മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ എൻ്റെ തോളിട്ട് ഒരു അടിയൊക്കെ തന്നു, ഇതിവിടെ അനുവദനീയമല്ല എന്നൊക്കെ പറഞ്ഞ് നാളെ രാവിലെ ഓഫീസ് വരണമെന്ന് പറഞ്ഞു. എന്നിട്ടും അവർ വിടുന്നില്ല. പിന്നെ നമ്മൾ ചെമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ 3400 പേർക്ക് വെച്ചിരിക്കുന്ന ബിരിയാണി കാണിച്ചു. അങ്ങനെ അവർക്ക് മനസ്സിലായി. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പാവപ്പെട്ടവരാണ്, വലിയ ഹോട്ടലിലൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റിയല്ല, ഇങ്ങനെ കൂടാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എന്തോ അദ്ദേഹത്തിന് മനസ്സലിഞ്ഞ് ചിലപ്പം ബിരിയാണി കഴിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല, കുർബാന കൊടുക്കണ്ടേ. ഈ പിള്ളേരെല്ലാം പല ഭവനങ്ങളിലേക്കാക്കി അച്ഛൻ അവിടെ പോയി വിശുദ്ധ കുർബാന കൊടുത്തു. ആഹാരമെല്ലാം ഓരോരുത്തരും വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെയെല്ലാം ഉണ്ടായ അനുഭവങ്ങളിൽ യഥാർത്ഥത്തിൽ ഭയപ്പെടുകയല്ലായിരുന്നു, ഉള്ളിൽ ഒരു ഭയമുണ്ട്, മനുഷ്യരല്ല. പക്ഷെ അതിന് മുമ്പായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നതായിട്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള തിരുവചനങ്ങളും നമ്മൾ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ നമുക്ക് പ്രതികൂലമായിട്ട് എതിരായിട്ട് സാത്താൻ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ഏത് വചനം പ്രസംഗിച്ചോ അതിൻ്റെ തിക്താനുഭവം ആ ആഴ്ചയുണ്ടാവും. അപ്പോൾ കാരണം നമ്മൾ പ്രസംഗിച്ചതല്ലേ നമുക്ക് കിട്ടുള്ളൂ അനുഭവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഈ സെബാസ്റ്റ്യൻ കട്ടപ്പുറം, ഇങ്ങനെ ജോസഫ് ആൻ്റണി, ഇങ്ങനെയുള്ള ഒത്തിരി ഷാജു ജോസഫ് തൊടുപുഴയിലുള്ള ഒത്തിരി പേരുടെ അനുഭവങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. പിന്നെ ഇന്നും ആ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നിലനിന്ന് പോകുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 166-165 ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ സൗദി അറേബ്യയിൽ. അവിടെ വിട്ടാണ്. കാരണം ഇവർക്ക് ഈ യഥാർത്ഥത്തിൽ കൂട്ടായ്മകൾ തമ്മിൽ തല്ലിപ്പിരിയുകയല്ല, പിണങ്ങിപ്പിരിയുക. ആ പിണങ്ങിപ്പിരിയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. കാരണം ഇവിടെ ഇത്ര ആൾ കൂടുമ്പോൾ പിടിക്കപ്പെടും. അതിനുള്ള അടുത്ത വഴി ചെറുതാകുക, ചെറിയ ചെറിയ ഗ്രൂപ്പുകളാകുക.
ഹണി ഗ്രൂപ്പുകളാക്കുക. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഓരോരുത്തർ വന്ന് അത് വലുതാകുമ്പം അതിനകത്ത് നിന്ന് 2 പേര് പോയി അടുത്ത ഗ്രൂപ്പ് ഉണ്ടാക്കി. പക്ഷേ നമ്മൾ കൂടുമ്പോൾ കുർബാനയുള്ള എല്ലാ ഗ്രൂപ്പുകളും ഒരുമിച്ച് വരുമായിരുന്നു. ഇത് ഞങ്ങളുടെ അമ്മച്ചിയാണ്. അമ്മച്ചി നവംബർ 6-ാം തീയതി 103 വയസ്സിലേക്ക് കടന്നു. ഞങ്ങളുടെ അമ്മച്ചിയുടെ പേര് അന്നമ്മ എന്നാണ്. അമ്മച്ചിയുടെ വീട് മൊഹമ്മയിലാണ്. ഞങ്ങളുടെ ഇച്ചാച്ചന് 94 വയസ്സുണ്ടായിരുന്നപ്പോഴത്തേക്ക് 2010 മരണം വഴിയായിട്ട് കടന്നുപോയി. ഞങ്ങൾ 6 മക്കളാണ്. മൂത്തത് ചേച്ചി പള്ളിപ്പുറത്ത്, ബാക്കി 5 ആണുങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അമ്മച്ചി ഇവിടെ കുടുംബത്തിലാണ്, സന്തോഷമായിട്ടിരിക്കുന്നു. അമ്മച്ചിയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ജീവൻ. സൗദിക്ക് പോകുമ്പോഴത്തേക്ക് പ്രാർത്ഥനയിൽ പിടിക്കുമെന്ന് പറഞ്ഞപ്പം അമ്മച്ചി പറഞ്ഞൊരു വാക്കാണ് ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കുന്നത്. വയറ്റിൽ കൊണ്ടതിനെ കലത്തിൽ കൊള്ളിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് അമ്മച്ചി പറഞ്ഞു. അപ്പോൾ അങ്ങനെ അമ്മച്ചി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. ടെലിഫോണിലൊക്കെ വിളിക്കുമ്പോൾ അമ്മച്ചി പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെയൊക്കെയാണ് ഈ കൃപയിൽ കൂട്ടായ്മയിൽ നിലനിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഞങ്ങൾ കേട്ടത്. ഇനി കുടുംബപരമായ കാര്യങ്ങളൊന്ന് പരിചയപ്പെടാൻ ഇവരെയും അതുപോലെ ഇവിടെ ഇല്ലാത്തവരെയും കുറിച്ചൊന്ന് പറയാമോ? ഇത് വൈഫ്, പേര് ബ്രസീല കുര്യാക്കോസ്, വീട്ടിൽ വിളിക്കുന്നത് ഷീല. ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്തയാൾ ജൂഡ് കോഗിൻസൺ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പനി ജോലിയാണ്, വീട്ടിൽ ഇരുന്നുണ്ട്. രണ്ടാമത്തെ ആൾ ജോയൽ, അദ്ദേഹം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഇറങ്ങാൻ പറ്റിയല്ല. മോള് ജൂഡിത്ത്, കളമശ്ശേരി കെട്ടിച്ചിരിക്കണം, ഡെലിവറി ആയിട്ട് കിടക്കുകയാണ്. ഇത്രയാണ് കുടുംബം. നേരത്തെ വ്യക്തിപരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ശുശ്രൂഷ ജീവിതത്തിൽ എങ്ങനെയാണ് കുടുംബം നമുക്ക് സഹായകമായെന്ന് പറയാമോ? വീട്ടിൽ നിന്ന് പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ പോകുമ്പം ഫുൾ സപ്പോർട്ടാണ്. അതിനകത്ത് പരാതിയൊന്നുമില്ല. കാരണം പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിന് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഞാൻ ഇതിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായി, കടയുടെ കാര്യങ്ങളിൽ വ്യാപൃതനായി. അതിനകത്ത് പരാതിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന് സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ ഷീല അവിടെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിള്ളേരുടെ സൺഡേ സ്കൂൾ പ്രോഗ്രാമിനൊക്കെ ഡാൻസൊക്കെ പ്രാക്ടീസ് കൊടുക്കാനും അതിനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. ജൂഡ് എന്ത് പറയുന്നു മാതാപിതാക്കളെ കുറിച്ച്? ഞങ്ങളുടെ അവിടെ സൺഡേ സ്കൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അവിടുത്തെ അപ്പോൾ സൺഡേ സ്കൂളിൽ അപ്പം മമ്മിയായിരുന്നു അവരുടെ സീനിയർ സെക്ഷനൊക്കെ നോക്കി. അപ്പം ഞങ്ങൾ അവിടെ ഒരു അത്യാവശ്യം ലോവർ ക്ലാസ്സസ് തന്നെ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു, ഒരു 9th വരെ ആയിട്ട്. പിന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ പോകണം. ഇത്രയും സമയം ഞങ്ങളോടൊത്ത് സഹകരിച്ചതിലേറെ സന്തോഷമുണ്ട്. പ്രത്യേകമായിട്ട് നന്ദി. പ്രിയമുള്ളവരെ, ഇത്രയും സമയം നമ്മളോടൊത്ത് ഉണ്ടായിരുന്നത് കുര്യാക്കോസ് ആണല്ലോ. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ അവിടെ ജെറൂസലേമിലെ സഭയ്ക്കെതിരെ അതികഠിനമായ പീഡനമുണ്ടായി. അപ്പോസ്തലന്മാരൊഴികെ ബാക്കി എല്ലാവരും ചിതറിക്കപ്പെട്ടു. 4-ാം വാക്യത്തിൽ വരുമ്പോഴേ ചിതറിക്കപ്പെട്ടവർ വചനം പ്രഘോഷിച്ചുകൊണ്ട് കടന്നുപോയി. സൗദി അറേബ്യയിലെ അപ്പോസ്തലന്മാരുടെ സ്ഥാനത്ത് നിൽക്കാനായിട്ട് വൈദികരോ മെത്രാനോ രൂപതയോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് അവിടെ ചെന്ന് അവർ പാർത്ത സമയത്ത് ആദ്യ നൂറ്റാണ്ടിലേതുപോലെ തന്നെ ആത്മാവ് അവിടുത്തെ അൽമേരെ ഉണർത്തിയത് എങ്ങനെയാണെന്നാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കേട്ടത്. അടുത്ത ആഴ്ചയിൽ മറ്റൊരു വ്യക്തിയെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ കണ്ടുമുട്ടുവോളം എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.